ക്കാരുടെ പ്രതിനിധിയായ ബോഡലെയർ ഇങ്ങനെ എഴുതി, ഇറ്റ് ഈസ് ഒബ്വിയസ് that in Les Miserables, the author wished to create living abstractions, ideal figures, each one of which representing one of the principal, elevated to an epic height. It is a novel constructed like a poem, where each character is only exceptional because of the hyperbolic manner in which he represents a reality. സിംബോളിക് രീതിയിലുള്ളൊരു കവിത പോലെ മനോഹരമായിരുന്നു ആ കൃതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാശയത്തെ ഒരു കഥയിലൂടെ അവതരിപ്പിക്കുക എന്നത് റൊമാൻറ്റിക്കുകൾക്ക് ഏറ്റവും പ്രിയങ്കരമായ രീതിയാണ്. ആ രീതിയുടെ ഏറ്റവും ഉദാത്തവും പൂർണ്ണവുമായ മാതൃകയായിട്ടാണ് ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ പാശ്ചാത്യ ലോകത്ത് അവിടെ അറിയപ്പെട്ടത്. അതേസമയം ഹ്യൂഗോവിൻ്റെ ഭാവനാസൃഷ്ടി ആയിരുന്നില്ല ഇതിലത്തെ കഥ. യാഥാർത്ഥ്യങ്ങളാലും വസ്തുതകളാലും എപ്പോഴും സ്വാധീനിക്കപ്പെട്ടിരുന്ന ഹ്യൂഗോ ഈ കൃതിയുടെ രചനയ്ക്കായി നടത്തിയ ഗവേഷണങ്ങൾക്കറ്റമില്ല. അതാണ് മൊസ്യൂ മിറിയേൽ റാങ്വൽറാങ്ങിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വിലക്കെടുത്ത ആ കഥ. ദിഗ്നയിലെ ഡി എന്ന് പറഞ്ഞ ഡിയിലെ ബിഷപ്പ് എന്ന് പറഞ്ഞ ആ മോൺസിഞ്ഞർ മിയോലിസ്റ്റിൻ്റെ അനുഭവകഥയാണ് അദ്ദേഹം പിയറി മോറിൻ എന്നൊരു കുറ്റവാളിക്ക് മാനസാന്തരം വരുത്തിയത്. അതിൽ ഡിഗേനെ എന്നുള്ള സ്ഥലത്തിൻ്റെ ആദ്യാക്ഷരം എടുത്തിട്ട് അദ്ദേഹം ഡിയിലെ മെത്രാനാക്കി. പക്ഷെ അത് സംഭവകഥയായിരുന്നു ആ മാനസാന്തര കഥ. ജനുവരി 9, 1841 ചോസസ് വ്യൂസ് എന്ന ഫ്രഞ്ച് പത്രത്തിലെ ഹ്യൂഗോ താൻ പാരീസിലെ തെരുവിൽ നടക്കുമ്പോൾ കണ്ട ഒരു ദാരുണ ദൃശ്യം വിവരിച്ചിട്ടുണ്ട്. തണുപ്പ് കൊണ്ട് വിറച്ച ആളുകളെ ആകർഷിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന നിർഭാഗ്യവതിയായ ഫൻതീൻ്റെ കുപ്പായത്തിനുള്ളിലേക്ക് ഒരാൾ ഐസ് എറിഞ്ഞ കഥ. ആ ഹൃദയശൂന്യനായ മനുഷ്യൻ്റെ കഥ അദ്ദേഹം പണ്ട് ശരിക്കും കണ്ടതാണ്. ഹ്യൂഗോയുടെ സുഹൃത്തായ ഒരു നേവൽ ഓഫീസർ അദ്ദേഹത്തിന് അയച്ച ഒരു കത്തിൽ നിന്നാണ് തുലോങ്ങിലെ ഓറിയോൺ കപ്പലിൽ നിന്ന് ഒരു യാത്രക്കാരനെ രക്ഷിച്ച വീരകഥ അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അതിനെയൊക്കെ അദ്ദേഹം ഈ കഥയിലേക്ക് കൂട്ടിയതാണ്. മോൺസിഞ്ഞർ മെദലിയൻ ജീവിത വിജയം കണ്ടെത്തിയ കറുത്ത അമ്പർ വ്യവസായത്തെക്കുറിച്ച് ഹ്യൂഗോ പഠനങ്ങൾ നടത്തിയ ശേഷമാണ് ആ അധ്യായങ്ങൾ രചിച്ചത്. മോൺസിഞ്ഞർ മിറിയേലിൻ്റെ സാഹിത്യരചനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ക്രൈസ്തവ സിദ്ധാന്തത്തിൻ്റെ ചരിത്രം മുഴുവനും ഹ്യൂഗോ കുത്തിരുന്ന് പഠിച്ചു. ടുലോങ്ങിലെയും ബ്രസ്സിലെയും ജയിലുകൾ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ജയിൽ ജീവിതത്തിനെക്കുറിച്ച് എഴുതിയത്. ആത്മകഥാപരമായ ഭാഗങ്ങൾ ഹ്യൂഗോ മരിയൂസിൽ കൂടെ അവതരിപ്പിച്ചു. 20-ാം വയസ്സിലെ ഹ്യൂഗോയാണ് മരിയൂസ്. തൻ്റെ തന്നെ 20-ാം വയസ്സിലെ കഥയാണ് താൻ മരിയൂസായിട്ട് ഉള്ള ആ കഥ എഴുതിയത്. തൻ്റെ ബുർഷ്വാ രാജകീയ ചുറ്റുപാടിനും നെപ്പോളിയൻ്റെ ജനറലായിരുന്ന പിതാവിൻ്റെ ഉജ്ജ്വല ചരിത്രത്തിനും ഇടയിൽ എങ്ങോട്ട് ചായണമെന്നറിയാതെ നിൽക്കുന്ന ആ യുവാവിൽ സ്വന്തം മനസ്സംഘർഷവും ആധ്യാത്മിക വളർച്ചയും ഹ്യൂഗോ വരച്ചു വെച്ചു. മരിയൂസിൻ്റെ ദാരിദ്ര്യവും ഹ്യൂഗോയുടെ അനുഭവമായിരുന്നു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പോൾ ബെനീഷോ പറയുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങളുടെ ഫലമായി ഒരു പൂർണ്ണ ജീവിത ദർശനം ഉൾക്കൊള്ളുന്ന മഹത് ഗ്രന്ഥമാണ് ലെ മിസറബിൾസ്. യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിബിംബം, ഇമേജ് ഓഫ് റിയാലിറ്റി എന്നതുപോലെ യഥാർത്ഥ കാൽപ്പനികത, ദ റിയലിസ്റ്റിക് ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബവും കൂടിയാണ് ഹ്യൂഗോയുടെ സിംബലുകൾ. വസ്തുക്കളുടെ ആധ്യാത്മികമായ അർത്ഥം പ്രകാശിപ്പിക്കുന്നു, അവയെ വേറെ ഒരു വേഷം കെട്ടിപ്പിക്കുന്നില്ല. റാങ്വൽറാങ്, ഫൻതീൻ, മൊസ്യൂ മിറിയേൽ, റാവേർ, തെനാർദിയർ ഇവരൊക്കെ ഈ സിംബലുകളിൽ പ്രമുഖരാണ്. ഹ്യൂഗോയുടെ ഈ ലെ മിസറബിൾസ് ആദ്യം പരിഭാഷപ്പെടുത്തിയപ്പോൾ മാത്രമല്ല, മൂലകൃതി രചിച്ചപ്പോഴും അതിൻ്റെ ശൈലിയെയും അതിലെ മെലോഡ്രാമയെയും ഒക്കെ ചിലർ വിമർശിച്ചിട്ടുണ്ട്. വിമർശനം എപ്പോഴും വരും. ഒരു കാര്യം ആരെന്ത് ചെയ്താലും വിമർശനം വരും. അത് കാര്യമുള്ളതല്ല. 10 വർഷത്തിനിടയിൽ കഥാപാത്രങ്ങൾ ഫ്രാൻസിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. അത് യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ വിമർശകർ. ഇത്ര ദൂരത്തേക്കൊക്കെ എങ്ങനെയാണ് അവരെത്തുന്നത്? ഇതിന് കാരണം സമൂഹത്തെ ഒരു പ്രത്യേക ബിന്ദുവിലിരുന്ന് ഒന്നായി നോക്കിക്കാണാനുള്ള ടെക്നിക്ക് ഹ്യൂഗോയുടെ കാലത്ത് ആവിർഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതുണ്ട്. ഒരു മുക്കിലിരുന്നിട്ട് ലോകത്തെ മുഴുവൻ കാണാം. അന്ന് അതിനുള്ള ടെക്നിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിമർശകർക്ക് അതങ്ങോട്ട് ദഹിച്ചില്ല. ഇതെന്തത് 10 കിലോമീറ്റർ ഇത്രയും 10 വർഷത്തിൻ്റെ അകത്ത് ആളുകളെ പല 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 സ്ഥലത്ത് കാണിക്കുന്നത് എങ്ങനെയാണ്? അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലേ? അപ്പോൾ തൻ്റെ നോവലിലൂടെ സമൂഹത്തെ ഒന്നടങ്കം പഠിപ്പിക്കുക, എഡ്യൂക്കേറ്റ് ദ മാസസ് എന്നായിരുന്നു ഹ്യൂഗോയുടെ ഉദ്ദേശം. ഈ മഹത്തായ ഉദ്ദേശമാണ് ലളിതമായും ഹൃദയാവർജകമായും ജീവിതത്തെ വരച്ചു കാട്ടുന്ന ഈ നോവലിൻ്റെ
നീതീകരണം. അദ്ദേഹത്തിൻ്റെ സദാചാരപരവും തത്വശാസ്ത്രപരവുമായ സമീപനം ആ യഥാതഥമായ ചിത്രത്തിലൂടെ, താൻ സൃഷ്ടിച്ച പ്രതീകങ്ങളിലൂടെ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ അദ്ദേഹത്തിന് മാർഗദർശകമായി. അദ്ദേഹം നോവൽ പ്രസിദ്ധീകരിച്ച ശേഷം ലാമാർട്ടീന് അദ്ദേഹം ഒരു കത്തെഴുതി. അതിലെഴുതിയത് പാവങ്ങളുടെ അടിത്തറ സാഹോദര്യമാണ്, പുരോഗതി അതിൻ്റെ ശിഖരവും. മനുഷ്യ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബലവത്തായ അടിത്തറമേൽ പടുത്തുയർത്തിയ സാമൂഹ്യ പുരോഗതിയായിരുന്നു ഹ്യൂഗോയുടെ ലക്ഷ്യം. ഇതൊരു വെറും കഥ പറച്ചിലായിരുന്നില്ല. ആധുനിക മനുഷ്യൻ്റെ മതം എന്തായിരിക്കണം എന്ന തൻ്റെ സുചിന്തിതമായ മതം ജനങ്ങളിലെത്തിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. He intended to write a work in which every time would be striking and profoundly meaningful to the reader, a sort of life-giving legend or epic of our time, born with it and thinking the present to the future. Linking the present to the future. It is in this spirit that one should read the book. ഇത് വായിക്കുന്ന ഒരാൾക്ക് ക്ഷണത്തിനുള്ളിൽ തട്ടുന്ന വിധം തികച്ചും അർത്ഥവത്തായ രീതിയിൽ ജീവദാനം തരുന്ന ഒരു ഇതിഹാസ രൂപത്തിൽ ഭാവിയെയും വർത്തമാനത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി പുനർജനിക്കാൻ നിർവാഹമില്ലാത്ത വിധം ഹ്യൂഗോ നിർവഹിച്ച ജീവിത ദൗത്യമാണ് പാവങ്ങൾ. എല്ലാവരുടെയും ആനന്ദമാണ് അതിൻ്റെ ലക്ഷ്യം. സ്വാർത്ഥത്യാഗമാണ് അതിൻ്റെ മാർഗം. ഇപ്പോഴുള്ള സമൂഹത്തെക്കാൾ മഹത്തായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ശക്തിയാണ് അത് വായനക്കാരന് നൽകുന്നത്. ഒരു സമൂഹത്തിലെ നിലവിലിരിക്കുന്ന ആചാരങ്ങൾ കാലക്രമേണ നിയമമായി മാറുന്നു. അത്തരം നിയമങ്ങൾക്ക്, ആചാര സംഹിതകൾക്ക് മാനവികതയില്ല, ഹൃദയമില്ല. അവയെ ചോദ്യം ചെയ്യുന്നവരെല്ലാം അവയുടെ മുന്നിൽ എത്ര മഹാനായാലും കുറ്റവാളിയാണ്. അത്തരം സമൂഹാചാരങ്ങളുടെ കാവൽപ്പടയാളിയുടെ പ്രതീകമായി ഴാവേർ എന്ന പോലീസുകാരനെ അദ്ദേഹം നിർത്തിയിരിക്കുന്നു. യാഥാസ്ഥിതികത്തിൻ്റെ കാവൽപ്പടയാളിയാണെങ്കിലും അദ്ദേഹം വളരെ ശുദ്ധനും സത്യസന്ധനുമാണ്. തൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നൊരൊറ്റ വിശ്വാസത്തിലാണ് അദ്ദേഹം ചെയ്യുന്നതൊക്കെയും. ഇത്തരം ഒരു നിഷ്കാമമായ മനസ്സോടും ശുദ്ധതയോടും കൂടി കർമ്മം ചെയ്യുന്ന ഒരു പോലീസുകാരൻ, അയാളെ ഒരുതരം ഭയം കലർന്ന ബഹുമാനത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന യാഥാസ്ഥിതികത്വമാണ്, ക്ലാസിസമാണ്. താൻ വിശ്വസിച്ചതെല്ലാം തെറ്റാണെന്നും മനസ്സാക്ഷിയാണ് ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും മുകളിലെന്നും മനസ്സിലാക്കുന്ന നിമിഷം ഴാവേർ ആത്മഹത്യ ചെയ്യണം. ആ പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുകയാണ് ഈ നോവലിൽ. ക്ലാസിസിസം അഥവാ മാമൂൽ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരും നശിപ്പിച്ചതല്ല, സ്വയം നശിപ്പിച്ചതാണ്.